ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് മാങ്ങ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. നമ്മുടെ മാങ്ങയുടെ അളവിനനുസരിച്ച് വേണം ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടൊരു 5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മാങ്ങക്കാണ് ഞാൻ ഈ ഒരു 5 മുളക് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ക്രിസ്പിയായി വരുന്ന സമയത്ത് ഒന്നിങ്ങനെ വീർത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് ക്രിസ്പിയായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ മാങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പച്ചമാങ്ങ ഇതുപോലെ ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് തിന്നാക്കണ്ട, അതുപോലെ ഒരുപാട് കട്ടിക്കും വേണ്ട. ഇനി ഈ മാങ്ങ നമുക്ക് ഈ ചൂടായിട്ടുള്ള ഈ ഒരു ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തുള്ള ഓയിലിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മാങ്ങ ഉടഞ്ഞു പോവാതെ നോക്കണം. ഈ മാങ്ങയുടെ തോലിൻ്റെ ആ ഒരു പച്ച കളർ മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളറിൽ വരുന്ന സമയം വരെയാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു മാങ്ങയുടെ തോലിൻ്റെ ഒരു പച്ച കളർ മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരുപാട് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മാങ്ങ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലും ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങയുടെ മേലെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പൊടി ഇട്ടെന്ന് കരുതി ഇതിന് മധുരമൊന്നും ഒരുപാട് ഉണ്ടാവില്ല. ആ ഉപ്പും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വരെയുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ കഴിക്കാണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ മാങ്ങയുടെ ഫ്ലേവറിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ. നല്ല ഫ്ലേവറൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ കഴിച്ച് തീരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസം വെക്കാനൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നനവില്ലാത്ത സ്പൂണൊക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.